RSPയുടെ പ്രാദേശിക നേതാവാണ് സദു. എന്തായിരുന്നു ആ ദൃശ്യങ്ങൾ? എന്തായിരുന്നു ഇതിങ്ങനെ വളച്ചൊടിക്കപ്പെട്ടു? എന്താ പറയാനുള്ളത്? ഇത് മൊത്തത്തിൽ ഇത് വളച്ചൊടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ചാനലുകളിൽ കാണിക്കുന്നത് കാര്യങ്ങളും ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് യാതൊരുവിധ സത്യാവസ്ഥയും നിലവിൽ അങ്ങനെ തന്നെയല്ലേ ആ ദൃശ്യങ്ങളിലുള്ളത്? അന്ന് എന്ത് തരം കൂടിക്കാഴ്ചയായിരുന്നു അവിടെ? അതായത് ഞങ്ങളുടെ UDFൻ്റെ ഇരവിപുരം മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഡ്വക്കേറ്റ് വിഷ്ണു മോഹനാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് ആ മണ്ഡലത്തിൽ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടുള്ള ചാർജ് കൂടി എനിക്ക് പാർട്ടി തന്നിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു UDFൻ്റെ പ്രവർത്തകനാണ്. RSPയുടെ ലോക്കൽ കമ്മിറ്റിയുടെ ചാർജ് ഉൾപ്പെടെ എനിക്കാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഇരവിപുരം മണ്ഡലത്തിലെ ചാർജുകാരൻ എന്നുള്ള രീതിയിൽ കൂടുതൽ സമയങ്ങളിലും ഞാൻ അവിടെ എൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ ചെലവഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ നടന്നിട്ടുള്ള സഹപ്രവർത്തകരടക്കം ഞങ്ങളവിടെ അപ്പോൾ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് നിശ്ചിത ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് വീടുകൾ കയറി അറിയാവുന്ന ആളുകളെയൊക്കെ വോട്ട് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴി കൊച്ചുപിലാമൂട് പാലത്തിനടുത്തുള്ള റിട്സ് ഹോട്ടലിൽ ഞാൻ തന്നെ പറഞ്ഞു, നമുക്കെങ്കിൽ ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് ഞാനായിട്ട് തന്നെ പറഞ്ഞു. അവരുമായിട്ട് അവിടെ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഓർഡർ ചെയ്ത് ഞാനവിടെ ഇരിക്കുന്ന സമയത്താണ് എനിക്കറിയാവുന്നതും എന്നെ അറിയാവുന്നതുമായിട്ടുള്ള CPMൻ്റെ കൊല്ലത്തെ സീനിയർ നേതാക്കന്മാർ അവരവിടെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും എന്തുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. അതായത് വോട്ട് കച്ചവടം നടത്തിയിട്ടില്ല, സൗഹൃദ സംഭാഷണമാണ് ഉണ്ടായത്, അങ്ങനെയാണോ പറയുന്നത്? അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ അതിന് ചില സ്വാർത്ഥ താല്പര്യക്കാർ, ചില രാഷ്ട്രീയ പ്രതിയോഗികൾ, അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അവരുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള ഒരു ദൃശ്യങ്ങൾ അവിടെ പോയി ഇത് ശേഖരിച്ചുകൊണ്ട് അതിന് വേറെ ഒരു ചിന്താഗതി കൊടുത്തുകൊണ്ട് വ്യാപകമായ രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെങ്കിലും ശരി തന്നെ, ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലാണെങ്കിലും ശരി വ്യാപകമായ രീതിയിലുള്ള ആരോപണങ്ങൾ, ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ്.